വരുന്ന ഒരു വാർത്തയിലേക്കാണ്. കോഴിക്കോട് കല്ലാച്ചിയിൽ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിൽ കവർച്ച. 20,000 രൂപ മോഷണം പോയി. മോഷ്ടാവിന്റെ CCTV ദൃശ്യം 24 ലഭിച്ചു. വിവരങ്ങളുമായി ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. ഷഹദ്, ഏതായാലും ദൃശ്യം അത് മുഖമൊന്നും മറക്കാത്ത ഒരാളാണ് എന്ന് മനസ്സിലാക്കുന്നു. ഈ പ്രതി അല്ലെങ്കിൽ ഈ കവർച്ച നടത്തിയത് സംശയിക്കുന്ന ആളെ അവിടെ താമസിച്ചിരുന്ന ആളുകൾക്ക് തിരിച്ചറിയാനാവുന്നതല്ലേ ഉള്ളൂ. നിലവിൽ അത്തരത്തിലൊരു സ്ഥിരീകരണം നമുക്ക് ലഭ്യമായിട്ടില്ല. കാരണം ഈ പ്രതിയെ ഈ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ആളുകൾ ഇതുവരെ തിരിച്ചറിഞ്ഞതായിട്ട് കല്ലാച്ചി ഐശ്വര്യ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന 3 അതിഥി തൊഴിലാളികളുടെ മുറികളിലാണ് ഈ പ്രതി ഇത്തരത്തിൽ സാധനങ്ങൾ മോഷ്ടിക്കുക അല്ലെങ്കിൽ പണം മോഷ്ടിച്ചിട്ടുള്ളത്. 20,000-ഓളം രൂപയാണ് അയാൾ മോഷ്ടിച്ചിട്ടുള്ളത്. രാത്രി ഏറെ വൈകിയാണ് ഇവർ ഈ ഹോട്ടലിലും മറ്റും ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ്. ഏറെ വൈകിയാണ് ഇവർ വീട്ടിലെത്തുക അല്ലെങ്കിൽ മുറിയിലെത്തുക. എന്നാൽ കഴിഞ്ഞ ദിവസം ഇതേമാതിരി മുറിയിലെത്തിയ സമയത്താണ് ഈ ലോക്ക് പുറത്തുനിന്ന് തുറന്ന് മോഷ്ടാവ് അകത്ത് കയറി ഇത്തരത്തിൽ റൂമിലുള്ള സാധനങ്ങളൊക്കെ വാരി വലിച്ചിട്ടിരിക്കുന്നത് കണ്ടത്. പിന്നീടാണ് ഇത്തരത്തിൽ 20,000-ഓളം രൂപ നഷ്ടപ്പെട്ടതായിട്ട് മനസ്സിലാക്കുന്നത്. റൂമിലെ അതായത് ഈ CCTV പരിശോധിക്കുന്ന ഘട്ടത്തിൽ റൂമിലെ അലമാരയിൽ പേഴ്സും മൊബൈലും വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മൊബൈൽ മോഷ്ടാവ് എടുത്തുകൊണ്ട് പോയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒരു റൂമിൽ നിന്ന് ബാഗ് പുറത്തെത്തിച്ച് പണം മോഷ്ടിച്ച ശേഷം ആ ബാഗ് അതുപോലെ തന്നെ ആ ക്വാർട്ടേഴ്സിൽ ഉപേക്ഷിക്കുന്ന ഒരു സ്ഥിതിയും നമുക്ക് ഈ CCTV ദൃശ്യത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഈ CCTV ദൃശ്യം അടക്കം നാദാപുരം പോലീസിൽ ഈ അതിഥി തൊഴിലാളികളും അതുപോലെ തന്നെ ഈ ക്വാർട്ടേഴ്സിന്റെ ഉടമകളും പരാതി നൽകിയിട്ടുണ്ട്. തൊട്ടിൽപ്പാലം അതുപോലെ തന്നെ കുറ്റ്യാടി, കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ പോലീസ് സ്റ്റേഷനുകളിൽ മോഷണം അതുപോലെ തന്നെ പിടിച്ചുപറി, പോക്സോ കേസുകളിൽ പ്രതിയായ യുവാവാണ് ഇതിന് പിന്നിൽ എന്നുള്ളൊരു സൂചനയാണ് പോലീസിന് ലഭ്യമായിട്ടുള്ളത്. പക്ഷെ അതിലൊരു സ്ഥിരീകരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. എന്തായാലും പ്രതിക്കായിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. CCTV കേന്ദ്രീകരിച്ചാണ് ഈ അന്വേഷണം നടക്കുന്നത്. ഈ അതിഥി തൊഴിലാളികൾക്ക് ഇയാളെ ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ഗോകുൽ, ശരി, ഏതായാലും അതിഥി തൊഴിലാളികളുടെ ക്വാർട്ടേഴ്സിലാണ് ഈ മോഷണം നടന്നത്. CCTV ദൃശ്യങ്ങളുണ്ട്, അതിൽ നിന്ന് പ്രതിയെ കണ്ടെത്താനാവുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതുവരെയും ഈ മോഷണം നടത്തിയത് സംശയിക്കുന്ന വ്യക്തിയെ അവിടെ താമസിക്കുന്ന ആർക്കും തിരിച്ചറിയാനായിട്ടില്ല.